മനുഷ്യർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായതിനു ശേഷം അത് മാറ്റിയിട്ട് ഞാൻ അവർക്കൊരു റഹ്മത്ത് കൊടുത്താൽ, നേരത്തെ പറഞ്ഞത് ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നമ്മളിൽ പലർക്കും ജോലിയില്ലായിരുന്നു, നമ്മിൽ പലർക്കും പല നിലക്കുമുള്ള പ്രയാസങ്ങളുള്ള ജോലിയായിരുന്നു, പലർക്കും വേണ്ടത്ര വരുമാനം ഉണ്ടായിരുന്നില്ല, കുടുംബത്തെ നോക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഓരോരുത്തരും അവരവരുടെ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ തങ്ങൾ എന്തൊരു നിഅമത്തിലാണുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഇങ്ങനെയെല്ലാം നൽകിയ റഹ്മാനായ റബ്ബിനോട് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ നാം പരാജയപ്പെട്ടു പോകുന്നുണ്ടോ, തോറ്റുപോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യർക്ക് അങ്ങനെ ഒരു പ്രയാസം വന്നു, അവർ പ്രാർത്ഥിച്ചു, ഞാൻ അവർക്കൊരു റഹ്മത്ത് നൽകിയപ്പോൾ അവർ പറയാണെന്ത്, ഫയഖൂലന്ന ഹാദാ ലീ, ഇതൊക്കെ എനിക്കുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മനുഷ്യൻ അപ്പോൾ പറയും, ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ്, ഞാൻ എൻ്റെ ബുദ്ധി അങ്ങോട്ട് ഉപയോഗിച്ചു, ഞാൻ എൻ്റെ സാമർത്ഥ്യം അങ്ങോട്ട് ഉപയോഗിച്ചു, ഞാൻ അങ്ങനെ ഒരു മീറ്റിംഗ് കൂടി, ഞാൻ ഇന്ന കോഴ്സിന് പോയി, അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഇങ്ങനെ അള്ളാഹുവിനെ മറക്കുകയും തൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയതെന്ന് മനുഷ്യൻ ധരിക്കുകയാണ്. സത്യത്തിൽ പരീക്ഷണമാണത്, സത്യത്തിൽ പരീക്ഷണമാണ്. അതുകൊണ്ടാണല്ലോ വലിയ ഡിഗ്രി എടുത്ത ആളുകളും ഒരു പണിയില്ലാതെ നടക്കുന്നത് കാണാം. ഒരു സ്കൂളും പോവാത്ത ആളുകൾ വലിയ വലിയ കാറിൽ മുതലാളിമാരായി ചുറ്റിലും പരിചാരകരുമായിട്ട് നടക്കുന്നതും കാണാം. അതുകൊണ്ട് മനുഷ്യൻ്റെ കാൽക്കുലേഷൻ അല്ല, അതിനപ്പുറത്താണ്. റബ്ബ് നൽകുകയാണത്, പരീക്ഷിക്കാനാണിതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത്തരം നന്ദി കെട്ട ആളുകളെ അവർക്ക് വേണ്ടി നാം ഗലീലായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ദുനിയാവിലുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടത്. നോക്കൂ, നിങ്ങൾ ആ അവസ്ഥയിൽ നിന്ന് പഴയ അവസ്ഥയിലേക്ക് പോകുന്നത് എത്രമാത്രം നിന്ദ്യമായ ഒരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ട് വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോവുക, അങ്ങനെ സംഭവിക്കൂലേ? സംഭവിക്കും. എന്താണ് അതിന് കാരണം? നന്ദികേടാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ലാമു തഅ്കീദ് നൽകി പറഞ്ഞ കാര്യം എന്താണത്? ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഉറപ്പായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. ചില ഉലമാക്കൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മൻ യശാ എന്ന് പോലും ഉപയോഗിച്ചില്ല, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് എന്ന് പോലും പറഞ്ഞില്ല. ബാക്കി എല്ലായിടത്തും മശിയത്ത് പറഞ്ഞു. ഇവിടെ പറയാതിരുന്നത് അത് അത്രയും ഉറപ്പാണെന്നാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും, എന്നാൽ നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനമാണ്. ഈ നിഅമത്തുകളൊക്കെ അള്ളാഹു എടുത്തു കളയും, പരലോകത്ത് അതിനേക്കാൾ വലിയ ശിക്ഷയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.